PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള SCERT പാഠഭാഗങ്ങൾ, ദെൻ 9 മണിക്ക് ബയോളജി, ഇപ്പം നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ആ ഭാഗത്തുള്ള SCERT പാഠഭാഗങ്ങളാണ് പഠിക്കുന്നത്. ദെൻ 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദേ നമ്മുടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് വൈകുന്നേരം 3 മണിക്ക് നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. പിന്നെ രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് പഠിക്കുന്ന 3 GK പോർഷൻസ് ഉണ്ടല്ലോ, 6 മണിക്ക് പഠിക്കുന്നതും 9 മണിക്ക് പഠിക്കുന്നതും 12 മണിക്ക് പഠിക്കുന്നതും. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി, സയൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ 3 കൂടെ ആ ഭാഗത്ത് നിന്നും പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം വിത്ത് എക്സ്പ്ലനേഷൻ. ദെൻ അത് കഴിഞ്ഞ് രാത്രി 10:30 നമ്മൾ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. അതും ലൈവായിട്ടാണ്, ചെറിയ ചെറിയ കോഡ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം 2 ലൈവും 4 റെക്കോർഡറും, അങ്ങനെ 6 ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് കാണാനിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്, നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റിവിഷന് നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് കണ്ട് റിവിഷൻ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക, റിവിഷന് നോട്ട്സ് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നൽകുന്നതും ക്ലാസ്സുകൾ കഴിഞ്ഞതിൻ്റെ PDF, പോൾസ്, നോട്ട്സ്, ഇതെല്ലാം നമ്മൾ ടെലിഗ്രാം വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സോട് കൂടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് അടുത്ത ഒരു ഭാഗമാണ് സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, കാര്യനിർവഹണ വിഭാഗം പഠിക്കാനുണ്ട്, നീതിന്യായ വിഭാഗം പഠിക്കാനുണ്ട് അല്ലേ, നിയമനിർമ്മാണ വിഭാഗം പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നോട്ട്ബുക്കും പെന്നും എടുത്തോളാം, നോട്ട് ചെയ്തോളാം കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, മുഴുവനായിട്ടും കണ്ട് നോട്ട് തയ്യാറാക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കറിയാം, എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഏതൊക്കെ? നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുള്ള 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? 3 വിഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നിയമനിർമ്മാണ വിഭാഗം, 2 കാര്യനിർവഹണ വിഭാഗം, 3 നീതിന്യായ വിഭാഗം. ഓക്കെ, അപ്പോൾ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നിയമനിർമ്മാണ വിഭാഗം, 2 കാര്യനിർവഹണ വിഭാഗം, 3 നീതിന്യായ വിഭാഗം. അപ്പോൾ ഇതിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് നിയമനിർമ്മാണ വിഭാഗം, നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗം, നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതാണ് നീതിന്യായ വിഭാഗം അല്ലേ. നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗം, നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ നിയമങ്ങൾ നിർവഹിക്കുന്നത് കാര്യനിർവഹണ വിഭാഗം, നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗം. ഓക്കെ, അപ്പോൾ 3 വിഭാഗങ്ങളാണെന്ന് പഠിച്ചു. അപ്പം അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ ഒരു ചോദ്യമാണ്. കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നത് ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ഒന്ന് രാഷ്ട്രപതി. ഇന്ന് നമ്മൾ രാഷ്ട്രപതിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആള് രാഷ്ട്രപതി. 2 രാഷ്ട്രപതി കഴിഞ്ഞാൽ ആര് വേണം?
ഉപരാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. 3 പ്രധാനമന്ത്രി, പ്രധാനമന്ത്രി. ദെൻ 4 മന്ത്രിസഭ, മന്ത്രിസഭ. 5 ഉദ്യോഗസ്ഥ വൃന്ദം. ഇത്രയും പേര് ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യയിലെ ഗവൺമെന്റിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അതിൽ കാര്യനിർവഹണ വിഭാഗത്തിനു കീഴിൽ വരുന്നത് ആരൊക്കെയാ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇത്രയും ചേരുന്നതാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോഴേ ഓരോ രാജ്യങ്ങളിലും കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത രീതി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ വ്യത്യസ്ത രീതികൾ? ഓരോ കാര്യനിർവഹണ വിഭാഗത്തെ നമുക്ക് പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേത് പ്രസിഡൻഷ്യൽ സിസ്റ്റം, പ്രസിഡൻഷ്യൽ സംവിധാനം, പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. രണ്ടാമത്തേത് പാർലമെന്ററി, പാർലമെന്ററി സിസ്റ്റം, പ്രസിഡൻഷ്യൽ സിസ്റ്റം, പാർലമെന്ററി സിസ്റ്റം. മൂന്നാമത്തേത് അർദ്ധ പ്രസിഡൻഷ്യൽ അഥവാ ക്വാസി പ്രസിഡൻഷ്യൽ എന്നിങ്ങനെ 3ആയിട്ട് നമുക്ക് തിരിക്കാം. കാര്യനിർവഹണ വിഭാഗത്തെ പ്രധാനമായും 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്: പ്രസിഡൻഷ്യൽ സിസ്റ്റം, പാർലമെന്ററി സിസ്റ്റം, അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ സിസ്റ്റം അതിന് എക്സാമ്പിൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്? പ്രസിഡൻഷ്യൽ സിസ്റ്റം. ആദ്യത്തേതാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. അപ്പം പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ അധികാരങ്ങളും പ്രസിഡന്റിലായിരിക്കും. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, എല്ലാ അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഉള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് USA, അതുപോലെ തന്നെ ബ്രസീൽ. USA, ബ്രസീൽ എന്നിവയെല്ലാം പ്രസിഡൻഷ്യൽ സിസ്റ്റം ഉള്ള രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇതെല്ലാം പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ് അവിടെ നിലനിൽക്കുന്നത്. ഇനി പാർലമെന്ററി സിസ്റ്റം. പാർലമെന്ററി സിസ്റ്റത്തിൽ എന്താണ് പ്രത്യേകത? പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പാർലമെന്ററി സിസ്റ്റം ആണ് അല്ലേ നമ്മുടെ ഇന്ത്യയിൽ. അതായത് പ്രസിഡന്റ് ആയിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് നാമമാത്രമായ അധികാരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പ്രസിഡന്റിന് നാമമാത്രമായ അധികാരമുള്ള സിസ്റ്റമാണ് പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്ത്യയിലാണ് പാർലമെന്ററി സിസ്റ്റം ഉള്ളത്. അപ്പോൾ ഇന്ത്യയെ കൂടാതെ ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെല്ലാം എന്താണുള്ളത്? പാർലമെന്ററി സിസ്റ്റം. അതുപോലെ തന്നെ ജർമ്മനി, ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം പാർലമെന്ററി ജനാധിപത്യമാണ് ഉള്ളത്, പാർലമെന്ററി സിസ്റ്റമാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് ക്വാസി പ്രസിഡൻഷ്യൽ അല്ലെങ്കിൽ അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം. അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ക്വാസി പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? പ്രസിഡന്റിന് എന്ന് പറയുന്ന അധികാരം പാർലമെന്ററി ആവുമ്പോൾ പ്രസിഡന്റിന് വളരെ കുറച്ച് അധികാരമേ ഉള്ളൂ, നാമമാത്രമായ അധികാരമാണ്. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ പ്രസിഡന്റിനാണ് പൂർണ്ണമായ അധികാരം. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കാണ്. പാർലമെന്ററി സിസ്റ്റത്തിനേക്കാളും കുറച്ച് കൂടുതൽ, എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിനുള്ള അത്രയും കൂടുതലും അല്ല. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന, അതായത് പാർലമെന്ററി സിസ്റ്റത്തിനേക്കാൾ കൂടുതൽ അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിന് ഉണ്ട്. പ്രസിഡന്റിന് ഏതിനുള്ളതിനേക്കാൾ, പാർലമെന്ററി സിസ്റ്റത്തിനേക്കാൾ കൂടുതൽ അധികാരം ഉള്ളതാണ് അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള 2 രാജ്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫ്രാൻസിൽ അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ്. അതുപോലെ തന്നെ USSR, റഷ്യ, അതുപോലെ ശ്രീലങ്ക, ഇവിടങ്ങളിലൊക്കെ അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്താന്ന് പഠിച്ചു, പാർലമെന്ററി സിസ്റ്റം എന്താന്ന് പഠിച്ചു, അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്താന്ന് പഠിച്ചു. അപ്പൊ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പാർലമെന്ററി സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് പ്രസിഡന്റിന് നാമമാത്രമായ അധികാരമാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രാജ്യത്തിൻ്റെ തലവനായിട്ടുള്ള
പ്രസിഡന്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി രണ്ടും ഒന്നാണ് കേട്ടോ. അങ്ങനെ അതും ഡൗട്ടുള്ള ആളുകളുണ്ട്, പ്രസിഡന്റ് എന്ന് വെച്ചാൽ രാഷ്ട്രപതി ആണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. അപ്പോൾ രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കാം. നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും. There shall be a president in India. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52 എന്ത് പറയുന്നത്? പ്രസിഡന്റ് വേണം, ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം രാഷ്ട്രപതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നമ്മൾ പറഞ്ഞു കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഹെഡാണ്. കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലെ ഹെഡ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി എന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം അല്ലേ. അപ്പോൾ എക്സിക്യൂട്ടീവ് ഹെഡാണ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. രണ്ടാമത്തെ വിശേഷണം, ഇന്ത്യയുടെ ഭരണഘടനാപരമായ തലവൻ. ഇന്ത്യയുടെ ഭരണഘടനാപരമായ തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ സായുധ സേനാ വിഭാഗങ്ങളുടെ പരമോന്നത മേധാവി എന്നറിയപ്പെടുന്നത്, തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ എന്നറിയപ്പെടുന്നതുമാരാ? രാഷ്ട്രപതിയാണ്. അതുപോലെ പ്രതിരോധ സേനകളുടെ പരമാധികാരി, ഇതെല്ലാം ഈ വിശേഷണങ്ങളെല്ലാം ആർക്കുള്ളതാ? രാഷ്ട്രപതിക്ക്. ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ്, ഇന്ത്യയുടെ ഭരണഘടനാപരമായ തലവനാണ്, സായുധ സേനാ വിഭാഗങ്ങളുടെ പരമോന്നത മേധാവിയാണ്, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണ്, ഇന്ത്യയുടെ രാഷ്ട്രത്തലവനാണ്, പ്രതിരോധ സേനയുടെ പരമാധികാരി. ഇത്രയും വിശേഷണങ്ങൾ രാഷ്ട്രപതിക്കുള്ളതാണ്. എങ്കിലും രാഷ്ട്രപതിക്ക് എന്ത് അധികാരമേ ഉള്ളൂ? നാമമാത്രമായ അധികാരം. നാമമാത്രം എന്ന് പറഞ്ഞാൽ എന്താ? പേരിനു മാത്രമാണ് ഈ അധികാരങ്ങളൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിലുള്ള അധികാരം, ഭരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള അധികാരം ആരിലാണ് വരുന്നത്? അത് പ്രധാനമന്ത്രിയിലാണ് വരുന്നത്. മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ രാജ്യത്ത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അധികാരം വരുന്നത് പ്രധാനമന്ത്രിക്കാണ്. രാഷ്ട്രപതിക്ക് പേരിന് മാത്രമാണ് അധികാരം. നമ്മൾ പറഞ്ഞ പോലെ കാര്യനിർവഹണ വിഭാഗ തലവനും ഭരണഘടനാപരമായിട്ടുള്ള തലവനും സായുധ സേനാ വിഭാഗങ്ങളുടെ മേധാവിയും ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനും രാഷ്ട്രത്തലവനും ഒക്കെ ആണെങ്കിൽ കൂടി അതെല്ലാം പേരിനു മാത്രം, നാമമാത്രമായ അധികാരമാണ്. പൂർണ്ണമായ ശരിയായ യഥാർത്ഥത്തിലുള്ള അധികാരം ആരിലാണുള്ളത്? അത് പ്രധാനമന്ത്രിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയുടെ വിശേഷണങ്ങൾ പഠിച്ചു. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ പഠിച്ചു, ആർട്ടിക്കിൾ 52. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 53. ആർട്ടിക്കിൾ 53 പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം ഒരു വിശേഷണം പഠിച്ചില്ലേ? ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണെന്ന്. അത് പറയുന്നത് ആർട്ടിക്കിൾ 53. പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെയും എല്ലാ കാര്യനിർവഹണ വിഭാഗങ്ങളുടെയും തലവനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 53. ഇപ്പം 2 ആർട്ടിക്കിൾ പഠിച്ചല്ലോ. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്, ദ ഷാൽ ബി എ പ്രസിഡന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52. പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഹെഡ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 53. ഓക്കെ,
അപ്പൊ ശരിയായ അധികാരം ആരിലാണെന്ന് നമ്മൾ പറഞ്ഞു? കേന്ദ്ര മന്ത്രിസഭയുടെ തലവനായിട്ടുള്ള പ്രധാനമന്ത്രിയിലാണ് ശരിയായ അധികാരം ഉള്ളത്. ഓക്കെ, നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ജാഥയും മാർച്ചും ഒക്കെ നടത്തിയിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? രാഷ്ട്രപതിയുടെ അടുത്തേക്കാണോ? അല്ല, പ്രധാനമന്ത്രിയുടെ അടുത്തേക്കാണ് അവർ ജാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത്. കാരണം യഥാർത്ഥ അധികാരം ആരിലാണുള്ളത്? പ്രധാനമന്ത്രിയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രസിഡന്റിന് ഒരു കാര്യവും തനിയെ ചെയ്യാനായിട്ട് പറ്റില്ല. രാഷ്ട്രപതിയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കുകയുള്ളൂ. രാഷ്ട്രപതിക്ക് തനിയെ ഒരു കാര്യത്തിനും തീരുമാനമെടുക്കാനായിട്ട് പറ്റത്തില്ല. അതിന് ഒരു മന്ത്രിസഭയുടെ സഹായം വേണം. അവരുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ കേന്ദ്ര സർക്കാർ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുക. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റായ പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് ഉത്തരവാദി ആയിരിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലോ? ഉത്തരവാദി ആയിരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? യഥാർത്ഥ അധികാരം പ്രധാനമന്ത്രിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്, അല്ലെ? അപ്പൊ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു പ്രവൃത്തി തെറ്റായത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരിൽ വരില്ല? പ്രസിഡന്റിന് വരത്തില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ ആർട്ടിക്കിളൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ഇത് ഓർത്തു വയ്ക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അത് നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം പറയാം. കോഡ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കുകയും കൂടെ വേണം, അല്ലേ? അപ്പോൾ മനസ്സിലാക്കി ആദ്യം പഠിച്ചതിന് ശേഷം അവസാനം ഓർത്തിരിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 54. ആർട്ടിക്കിൾ 54 എന്താ പറയുന്നത്? എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആണ്. ഓക്കെ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 54. ഈ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? അയർലൻഡിന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്? പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ടായിരിക്കും. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രൽ കോളേജാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്, ഒരു രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങൾ ആരെങ്കിലും പോയി വോട്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ജനങ്ങൾ നേരിട്ട് ഭാഗമായിട്ടല്ല, അല്ലെ? അപ്പോൾ അതിൻ്റെ ആ ഒരു മെത്തേഡ് പറയുന്ന പേരാണ് ആനുപാതിക പ്രാതിനിധ്യം. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയനുസരിച്ചിട്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതായത് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ, ജനസംഖ്യയ്ക്ക് അനുസൃതമായിട്ട് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ, ഇത്ര ജനസംഖ്യയ്ക്ക് ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജാണ് തിരഞ്ഞെടുക്കുന്നത്. എന്താണ് ഈ ഇലക്ട്രൽ കോളേജ്? ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് കുറച്ച് പേര് ചേരുന്ന ഒരു ഗ്യാങ് ആണ്, ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അതിൽ ആരൊക്കെയാണ് ഈ ഇലക്ട്രൽ കോളേജിലെ മെമ്പേഴ്സ്? ചോദിക്കാറുണ്ട്, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വരുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആര്, അല്ലെങ്കിൽ അംഗങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇലക്ട്രൽ കോളേജിൽ വരുന്നത് ആരൊക്കെയാന്ന് വെച്ചാൽ ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ലോക്സഭയിലെ അംഗങ്ങൾ എന്ന് എഴുതിയാൽ അത് ആകെ മാറി. കാരണം അവിടെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരും ഒക്കെ വരും, അല്ലെ? അപ്പൊ ലോക്സഭയിലെ എങ്ങനെയുള്ള അംഗങ്ങൾ തന്നെ വേണം? ഇലക്റ്റഡ് പേഴ്സൺസ് വേണം. ഓക്കെ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിരിക്കണം. ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരിക്കണം. ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരിക്കും. രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും കൂടെ ചേരുന്ന ഇലക്ട്രൽ കോളേജാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ആർട്ടിക്കിൾ 54 ഇലക്ഷൻ ഓഫ് പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ആർട്ടിക്കിൾ 55. ആർട്ടിക്കിൾ 55 പ്രതിപാദിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ,
ഈ ഇലക്ഷന് ചില പ്രോസസ്സ് ഉണ്ടാവും അല്ലെ, നടപടിക്രമങ്ങൾ ഉണ്ടാവും, ചില പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 55 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ, നമ്മുടെ MP-മാരുടെ വോട്ടിനൊക്കെ പ്രത്യേകം മൂല്യമുണ്ട്. ഓക്കെ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് MP-മാരാണ്. അപ്പോൾ ഓരോ MP-മാരുടെയും അല്ലെങ്കിൽ MLA-മാർക്കൊക്കെ പ്രത്യേകം വോട്ട് മൂല്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ MLA-മാരുടേതിനും പ്രത്യേകം വോട്ട് മൂല്യമുണ്ട്, MP-മാരുടേതിനും പ്രത്യേകം വോട്ട് മൂല്യമുണ്ട്. അത് ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ വോട്ട് മൂല്യം വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു MLA-യുടെ വോട്ട് മൂല്യം എന്ന് പറയുന്നത് കേരളത്തിൽ എത്രയാണ്? 152. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു MLA-യുടെ വോട്ട് മൂല്യം എത്രയായിരുന്നു? 152 ആയിരുന്നു. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം, കേരളത്തിൻ്റെ കാര്യം ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ കേരളത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ MLA-യുടെ വോട്ട് മൂല്യം എന്ന് പറയുന്നത് 152 ആയിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ വോട്ട് മൂല്യമൊക്കെ നിശ്ചയിക്കുന്നത് ജനസംഖ്യാ കണക്കെടുപ്പ്, അതായത് 1971 സെൻസസ് പ്രകാരമാണ് കേട്ടോ. 1971 സെൻസസ് പ്രകാരമാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ വോട്ട് മൂല്യമെല്ലാം നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലെ MLA-മാരുടെ വോട്ട് മൂല്യം എന്ന് പറയുന്നത് 152 ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഏറ്റവും കുറവ് വോട്ട് മൂല്യം വരുന്നത് MLA-ക്ക് കേട്ടോ. MLA-യുടെ ഏറ്റവും കുറവ് വോട്ട് മൂല്യം വരുന്നത് സിക്കിമിലാണ്. സിക്കിമിൽ 7 വോട്ട് മൂല്യം വരുന്നത്, ഏറ്റവും കുറവ് സിക്കിമിലാണ്. ഇനി ഏറ്റവും കൂടുതൽ ഒരു MLA-യുടെ വോട്ട് മൂല്യം ഏറ്റവും കൂടുതൽ വരുന്നത് UP ആണ്, ഉത്തർപ്രദേശാണ്. അവിടെ ഒരു MLA-യുടെ വോട്ട് മൂല്യം എന്ന് പറയുന്നത് 208 ആണ്. അപ്പം നമ്മുടെ കേരളത്തിൻ്റേത് പഠിച്ചു വെച്ചേക്കാം 152. ഏറ്റവും കൂടുതൽ വോട്ട് മൂല്യമുള്ളത് ഉത്തർപ്രദേശാണ് 208. ഏറ്റവും കുറവ് വോട്ട് മൂല്യമുള്ളത് സിക്കിമിനാണ്, 7 വോട്ട് മൂല്യം വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരു എം പിയുടെ വോട്ട് മൂല്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് 700 ആണ് കേട്ടോ. MP-യുടെ വോട്ട് മൂല്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒരു MP-യുടെ വോട്ട് മൂല്യം എത്രയാണ്? 700 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. MP-യുടെ വോട്ട് മൂല്യം എത്രയാണ്? 700 ആണ്. ഇത് മുൻപ് കൂടുതലായിരുന്നു, 708 ഉണ്ടായിരുന്നു. പക്ഷേ ജമ്മു കാശ്മീരിന് ഇപ്പോൾ നിയമസഭ ഇല്ലാത്തത് കൊണ്ട് അത് കുറഞ്ഞ് 700 ആയതാണ്. ഓക്കെ, അപ്പോൾ ഒരു MP-യുടെ വോട്ട് മൂല്യം നിലവിൽ എത്രയാണ്? 700 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ വോട്ട് മൂല്യത്തിന്റെ കാര്യം പറയുമ്പോൾ പാർലമെന്റ് അംഗങ്ങളുടെ വോട്ട് മൂല്യവും അതുപോലെ നമ്മുടെ സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ വോട്ട് മൂല്യം തുല്യമാവണം എന്നാണ് പറയുക. ഓക്കെ, പാർലമെന്റ് അംഗങ്ങളുടെ വോട്ട് മൂല്യവും സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ വോട്ട് മൂല്യവും തുല്യമാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വോട്ട് മൂല്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ അത്രയും പോയിന്റ്സ് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും പൊതു തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതെല്ലാം നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറഞ്ഞു. സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാത്രം ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും പറഞ്ഞു. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെന്ന് വിചാരിക്കാം. അത് കൈകാര്യം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയാണ്. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് ആരാ? സുപ്രീം കോടതിയാണ്. അപ്പോൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെച്ചേക്കാം. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ്. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുൻപിലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ്? പ്രസിഡന്റിന്റെ കാലാവധിയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 56 പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാ? 5 വർഷം. 5 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി. പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 56 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്?
ഇംപീച്ച്മെന്റ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് USA കയ്യിൽ നിന്നുമാണ് അല്ലെ. അപ്പോൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെയാണ് പ്രസിഡന്റിനെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 61 പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി ഇവര് രാജിക്കത്ത് സമർപ്പിക്കുന്നത്, പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരുടെ മുമ്പിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈസ് പ്രസിഡന്റിനായിരിക്കും. പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? വൈസ് പ്രസിഡന്റിനാണ്. അപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിലാണ്. നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റിലൂടെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റിനാണ്. തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ് അല്ലെ. ലോക്സഭയിലെയും രാജ്യസഭയിലെയും നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേരുന്ന ഇലക്ട്രൽ കോളേജ് ആണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. പ്രസിഡന്റിന് ഇപ്പോൾ കാലാവധി കഴിഞ്ഞിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ടോ? പുനർനിയമനത്തിന് സാധ്യതയുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രസിഡന്റിന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 57. ആർട്ടിക്കിൾ 57 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പ്രസിഡന്റിന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട്. അത് എത്ര തവണ തിരഞ്ഞെടുക്കപ്പെടാം എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നുമില്ല. എത്ര തവണ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. വീണ്ടും 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 എത്ര തവണ വേണമെങ്കിലും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി പ്രസിഡന്റ് ആവാനായിട്ട് എത്ര വയസ്സ് തികഞ്ഞിരിക്കണം? പ്രസിഡന്റ് ആവാനുള്ള പ്രായപരിധി ചോദിച്ചു കഴിഞ്ഞാൽ 35 വയസ്സ് പൂർത്തിയാവണം. പ്രസിഡന്റ് ആവണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയാവണം? 35 വയസ്സ് പൂർത്തിയാവണം. ഇനി എത്ര വയസ്സ് വരെ പ്രസിഡന്റ് ആയിട്ടിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് വയസ്സൊന്നുമില്ല. 5 വർഷം എന്ന് കാലാവധി മാത്രമേ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് വയസ്സൊന്നുമില്ല. എത്ര പ്രായം വരെ വേണമെങ്കിലും പ്രസിഡന്റ് ആയിട്ടിരിക്കാം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി പ്രസിഡന്റ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെ? പ്രസിഡന്റ് ആയിട്ടിരിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 58. ആർട്ടിക്കിൾ 58 പ്രസിഡന്റിന്റെ യോഗ്യതകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ യോഗ്യത എപ്പോഴും പറയുന്നത് പോലെ ഒരു ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. തൊട്ടു മുൻപ് നമ്മൾ പറഞ്ഞു 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പിന്നെയോ ഒരു ലോക്സഭാ അംഗമാവുന്നതിനുള്ള യോഗ്യത വേണം. ലോക്സഭാ അംഗമാവുന്നതിനുള്ള യോഗ്യത വേണം എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രസിഡന്റ് ആവാനായിട്ട് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും സർക്കാരിൽ നിന്നും ശമ്പളം പറ്റുന്ന ആളാവരുത് എന്നും കൂടെ പറയുന്നുണ്ട്. പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുക്കുമല്ലോ. അപ്പോൾ ഈ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും സർക്കാരിൽ നിന്നും ശമ്പളം പറ്റുന്ന ആളാവരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ മാനസിക വിഭ്രാന്തിയുള്ള ആളാവരുത്. മാനസിക വിഭ്രാന്തിയുള്ള ആളാവരുത്. ദെൻ അത് കഴിഞ്ഞ് ആദായം പറ്റുന്ന ഒരു പദവിയിലും കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദായം പറ്റുന്ന ഒരു പദവിയും വഹിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പൗരനാവണം, 35 വയസ്സ് പൂർത്തിയാവണം, ലോക്സഭാ അംഗമാവാനുള്ള യോഗ്യത വേണം, നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആളാവരുത്, മാനസിക വിഭ്രാന്തി ഉണ്ടായിരിക്കരുത്, ആദായം പറ്റുന്ന മറ്റേതെങ്കിലും പദവി വഹിക്കരുത്. ഇതൊക്കെയാണ് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രസിഡന്റിന്റെ ശമ്പളം എത്രയാണ്? പ്രസിഡന്റിന്റെ ശമ്പളം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം ശമ്പളം എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപ ശമ്പളം നൽകുന്നത് എവിടെ നിന്നാ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് പ്രസിഡന്റിന് ശമ്പളം നൽകുന്നത്. ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 59 പ്രസിഡന്റിന്റെ ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് പ്രസിഡന്റിന് ശമ്പളം നൽകുന്നത്. ഓക്കെ,
ഇനി നമ്മൾ പറഞ്ഞു പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്ന പ്രോസസ്സ് ഇംപീച്ച്മെന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ പ്രസിഡന്റിനെ നീക്കം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണ്ടേ? എന്താണ് കാരണം? ഒരേ ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താ? ഭരണഘടനാ ലംഘനം. ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ നീക്കം ചെയ്യാനായിട്ട് പാടൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, പ്രസിഡന്റിനെ നീക്കം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഭരണഘടനാ ലംഘനം എന്ന് പറയുന്ന കുറ്റത്തിന് മാത്രമാണ് പ്രസിഡന്റിനെ നീക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഈ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിന് ചില പ്രൊസീജിയർ ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം ഈ പ്രമേയം അവതരിപ്പിക്കണം. അപ്പോൾ അതിന് തന്നെ ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് 14 ദിവസം 14 ദിവസം മുൻപ്, പ്രമേയം അവതരിപ്പിക്കുന്നതിൻ്റെ 14 ദിവസം മുൻപ് തന്നെ ഒരു നോട്ടീസ് നൽകണം. അപ്പോൾ ഏത് സഭയിലാണോ പ്രമേയം അവതരിപ്പിക്കുന്നത് ആ സഭയിൽ ഒരു നോട്ടീസ് നൽകണം പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ളത് എന്ന് പറഞ്ഞിട്ട്. പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് ഏത് സഭയിലാണോ അവിടേക്ക് നമ്മളൊരു പ്രമേയം നൽകണം. ഓക്കെ, അപ്പോൾ പ്രമേയം നൽകി ഈ നോട്ടീസ് കൊടുക്കുമ്പോൾ ആ സഭയിലുള്ള ഏതാണോ സഭ ആ സഭയിലുള്ള, അതിപ്പോൾ ലോക്സഭയാവാം അല്ലെങ്കിൽ രാജ്യസഭയാവാം, ആ സഭയിലുള്ള ആകെ അംഗങ്ങളിൽ 1/4 പേർ ഈ പറയുന്ന നോട്ടീസിൽ എന്ത് ചെയ്യണം? അത് അംഗീകരിച്ചിരിക്കണം. ഓക്കെ, നോട്ടീസ് അംഗീകരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നോട്ടീസിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒപ്പിട്ടിരിക്കണം. അപ്പോൾ പ്രമേയം അവതരിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് തൊട്ട് മുൻപ് എന്ത് ചെയ്യണം? നമ്മൾ ഏത് സഭയിലാണോ, അത് ഏത് സഭയിൽ വേണമെങ്കിലും ആവാം, ലോക്സഭയിലോ രാജ്യസഭയിലോ, അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കേണ്ടത് ഏത് സഭയിലാണ്? ഓപ്ഷനിൽ ലോക്സഭ, രാജ്യസഭ, ലോക്സഭ ആൻഡ് രാജ്യസഭ, ഓപ്ഷൻ ഡി ഇതിലൊന്നും അല്ലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ ലോക്സഭ എന്ന് എഴുതിയ തെറ്റാണ്, രാജ്യസഭ എന്ന് എഴുതിയ തെറ്റാണ്. ലോക്സഭയിലും ആവാം അല്ലെങ്കിൽ രാജ്യസഭയിലാവാം. ലോക്സഭയിലോ രാജ്യസഭയിലോ ഏത് സഭയിൽ വേണമെങ്കിലും പ്രമേയം അവതരിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ പ്രമേയം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണോ ആ സഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ പോകുന്നതിന് 14 ദിവസം മുൻപ് ഒരു നോട്ടീസ് നൽകണം. ആ നോട്ടീസ് 1/4 അംഗങ്ങൾ ഒപ്പിട്ടിരിക്കണം. അങ്ങനെ ഒപ്പിട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പ്രമേയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രമേയം എന്ത് ചെയ്യുന്നു? അവതരിപ്പിച്ചു. ഈ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അത് പാസ്സാകുന്ന അല്ലെങ്കിൽ അത് പാസ്സാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവതരിപ്പിക്കപ്പെടുന്ന സഭയിലെ മൊത്തം അംഗങ്ങളിലെ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിച്ചു, അവിടെയുള്ളത് ഇപ്പോൾ ആദ്യം ലോക്സഭയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ 2/3 അംഗങ്ങളുടെ അംഗീകാരം വേണം. ഇനി രണ്ടാമത്തെ സഭ അത് രാജ്യസഭയാണെന്നുണ്ടെങ്കിൽ അടുത്ത സഭയിൽ ഇതെന്ത് ചെയ്യണം? അടുത്ത സഭയിൽ അവതരിപ്പിക്കണം. അവിടെയും എന്ത് ചെയ്യണം? 2/3 ഭൂരിപക്ഷം അവിടെയും നമുക്ക് ലഭിക്കണം. അങ്ങനെ ഈ രണ്ടാമത്തെ സഭയിൽ എന്നാണോ നമ്മൾ അവതരിപ്പിക്കുന്നത് അവിടെ പാസ്സാവുന്നത് ആ തീയതിയിലാണ് പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തിരിക്കുക. ആദ്യം എന്താണ് ചെയ്യുന്നത്? ഇംപീച്ച്മെൻറ്റിൽ ആദ്യം ഒരു പ്രമേയം അവതരിപ്പിക്കണം. പക്ഷെ അതിന് അവതരിപ്പിക്കാൻ പോകുന്നതിൻ്റെ 14 ദിവസം മുൻപ് ഏത് സഭയിൽ അവതരിപ്പിക്കുന്നോ ആ സഭയിൽ ഒരു നോട്ടീസ് നൽകണം. നോട്ടീസ് നൽകുമ്പോൾ ആ സഭയിലുള്ള അംഗങ്ങളുടെ 1/4 അംഗങ്ങൾ അത് ഒപ്പിടണം. അതിനുശേഷം അത് അവതരിപ്പിക്കുന്നു. ഏത് സഭയിലാണോ അവതരിപ്പിക്കുന്നത് ആ സഭയിലുള്ള 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നു. അതിനുശേഷം അത് അടുത്ത സഭയിൽ അവതരിപ്പിക്കുന്നു. അവിടെയും 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം ലഭിച്ചാൽ അവിടെ പാസ്സാകുന്ന ദിവസമാണ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഈ ഇംപീച്ച്മെന്റിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്ന സമയത്തുണ്ടല്ലോ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ആ സഭയിൽ വരികയും അദ്ദേഹത്തിൻ്റെ ഭാഗം ശരിയാണോ എന്നുള്ള കാര്യത്തിന് വിശദീകരണം നൽകൂലേ, അങ്ങനെ നൽകാവുന്നതോ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഒരു കോടതി വിസ്താരം പോലെ നമുക്ക്, അതുകൊണ്ടാണ് ഇതിനെ അർദ്ധ ജുഡീഷ്യൽ നടപടിക്രമം എന്ന് പറയുന്നത്. ക്വാസി ജുഡീഷ്യൽ ആണ് ഈ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. കാരണം എന്തുകൊണ്ടാണ്? കേസ് വാദിക്കുന്ന അല്ലെങ്കിൽ വിചാരണ നടക്കുന്ന വേളയിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? തൻ്റെ ഭാഗം
വിശദീകരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കിതിന് എന്തെന്ന് പറയാം, ക്വാസി ജുഡീഷ്യൽ പ്രൊസീജിയർ ആണ്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു അർദ്ധ ജുഡീഷ്യൽ പ്രൊസീജിയർ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ കുറിച്ചാണ്. പ്രസിഡന്റിന്റെ അധികാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രസിഡന്റിന് പ്രധാനമായിട്ടും എത്ര അധികാരങ്ങളുണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് എക്സിക്യൂട്ടീവ് പവേഴ്സ് കേട്ടോ. ആദ്യത്തേത് എന്താണ്? കാര്യനിർവഹണ അധികാരം. എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറയാം അല്ലേ? എക്സിക്യൂട്ടീവ് പവേഴ്സ് അഥവാ കാര്യനിർവഹണ അധികാരം. 2 നിയമനിർമ്മാണ അധികാരങ്ങൾ. നിയമനിർമ്മാണ അധികാരങ്ങൾ. 3 സാമ്പത്തിക അധികാരങ്ങൾ. സാമ്പത്തിക അധികാരങ്ങൾ. 4 ജുഡീഷ്യൽ അധികാരങ്ങൾ. നീതിന്യായ വിഭാഗ അധികാരങ്ങൾ, ജുഡീഷ്യൽ അധികാരങ്ങൾ. 5 മിലിറ്ററി അധികാരങ്ങൾ. മിലിറ്ററി അധികാരങ്ങൾ. 6 അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ. അതുപോലെ 7 നയതന്ത്ര അധികാരങ്ങൾ. നയതന്ത്ര അധികാരങ്ങൾ. അപ്പം എന്തൊക്കെയാണ്? പ്രസിഡന്റിന്റെ അധികാരങ്ങൾ, എക്സിക്യൂട്ടീവ് പവേഴ്സ് അഥവാ കാര്യനിർവഹണ വിഭാഗ അധികാരം, നിയമനിർമ്മാണ അധികാരം, സാമ്പത്തിക അധികാരം, ജുഡീഷ്യൽ അധികാരം, മിലിറ്ററി അധികാരം, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അധികാരം, നയതന്ത്ര അധികാരം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. അപ്പം ഇതിൽ ഓരോന്നും എന്താന്നുള്ളതാണ്. ആദ്യത്തേത് എക്സിക്യൂട്ടീവ് പവേഴ്സ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗ അധികാരം. കാര്യനിർവഹണ അധികാരം എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ നടപടികളും നമ്മുടെ രാഷ്ട്രപതിയുടെ പേരിലാണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്, ഈ നിയമനങ്ങളെല്ലാം നടത്തുന്നുണ്ടല്ലോ, അതെല്ലാം ഈ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്നതാണ്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളം ഇതൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് എന്താണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ UPSC ചെയർമാനെ നിയമിക്കുന്നത്, അതുപോലെ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് അദ്ദേഹമാണ്. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് അദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എല്ലാവരെയും നിയമിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതാണ് എന്ത് വരുന്നത്? പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവ് പവേഴ്സ്. പ്രധാനമന്ത്രി, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, UPSC ചെയർമാൻ, ഗവർണർമാർ, ഫിനാൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ, ഇങ്ങനെയുള്ളവരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഇനി നിയമനിർമ്മാണ അധികാരങ്ങൾ. നിയമനിർമ്മാണ അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഇപ്പോൾ പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുക, കാലാവധിക്ക് മുൻപ് സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുക, പിരിച്ചുവിടുക, ഇതിനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുക, കാലാവധിക്ക് മുൻപ് പിരിച്ചുവിടുക, നിർത്തിവെക്കുക, ഇതിൻ്റെ എല്ലാം അധികാരം പ്രസിഡന്റിനുള്ളതാണ്. അത് നിയമനിർമ്മാണത്തിൽ വരുന്നതാണ്. പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും നീക്കിവെക്കുന്നതും ഒക്കെ. ഓക്കെ, പാർലമെന്റ് സമ്മേളനം. അതുപോലെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനുള്ള അധികാരം, ജോയിന്റ് സിറ്റിംഗ് അറിയാവോ അല്ലെ? സംയുക്ത സമ്മേളനം അഥവാ ജോയിന്റ് സിറ്റിംഗ്. അപ്പൊ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്, പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണ് എന്നുള്ളത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. നിയമനിർമ്മാണ അധികാരത്തിൽ വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ സെഷനിലും ഓരോ വർഷത്തിലെയും പാർലമെന്റിന്റെ ആദ്യത്തെ സെഷനിലെയും പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ അതെല്ലാം എന്താണ്? രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരത്തിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് സാമ്പത്തിക അധികാരം. അപ്പൊ സാമ്പത്തിക അധികാരം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന്, മണി ബില്ലുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ മണി ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് ആരുടെ ശുപാർശ ആവശ്യമാണ്? പ്രസിഡന്റിന്റെ മുൻകൂർ ശുപാർശ ആവശ്യമാണ്. മണി ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കണമെങ്കിൽ
പ്രസിഡന്റിന്റെ മുൻകൂർ ശുപാർശകൾ ആവശ്യമാണ് എന്ന് പറയുന്നു. അത് സാമ്പത്തിക അധികാരത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ബജറ്റ് അല്ലെ. അപ്പോൾ യൂണിയൻ ബജറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാർഷിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് സമർപ്പിക്കപ്പെടുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് രാഷ്ട്രപതിയുടെ ശുപാർശയില്ലാതെ നമുക്ക് ഗ്രാന്റ് ആവശ്യപ്പെടാൻ പറ്റത്തില്ല. ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് പ്രസിഡന്റിന്റെ പേരിലാണ് എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും മണി ബില്ലും ബജറ്റും സാമ്പത്തിക അധികാരത്തിൽ വരുന്നതാണ്. ഇനി ജുഡീഷ്യൽ അധികാരങ്ങൾ. എന്താണ് ജുഡീഷ്യൽ അധികാരങ്ങൾ എന്ന് പറയുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ അത് ജുഡീഷ്യൽ അധികാരത്തിൽ വരുന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സുപ്രധാന വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് എന്തു ചെയ്യാം? സുപ്രീം കോടതിയുടെ നിയമോപദേശം തേടാനായിട്ട് സാധിക്കും. സുപ്രധാനമായ വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ നിയമോപദേശം തേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊരു നിയമ സംവിധാനം വഴി ലഭിച്ച ശിക്ഷയും പിൻവലിക്കാനും ഇളവ് നൽകാനുമുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് അല്ലെ. വധശിക്ഷ വരെ ഇളവ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ ശിക്ഷ മാറ്റിവെക്കാൻ, ശിക്ഷ പിൻവലിക്കാൻ, വധശിക്ഷയിൽ വരെ ഇളവ് നൽകാനുള്ള അധികാരമാർക്കുണ്ട്? പ്രസിഡന്റിന് ഉണ്ട് എന്നുള്ളത് പറയുന്നു. അപ്പോൾ അതെല്ലാം ജുഡീഷ്യൽ അധികാരങ്ങളിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് മിലിറ്ററി അധികാരം. മിലിറ്ററി അധികാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പ്രതിരോധ സേനയുടെ മേധാവി അല്ലേ. അപ്പോൾ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ പരമാധികാരിയാണ് രാഷ്ട്രപതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരസേന, നാവികസേന, വ്യോമസേന ഇതിൻ്റെ എല്ലാം ചീഫുകളെ നിയമിക്കുന്നത് ആരാണ്? അത് നമ്മുടെ പ്രസിഡന്റ് ആണ് അല്ലെ. കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും എല്ലാം ചീഫുകളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് മിലിറ്ററി അധികാരങ്ങളിൽ വരുന്നു. ഇനി അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ അത് എല്ലാവർക്കും അറിയാം അല്ലെ. ദേശീയ അടിയന്തരാവസ്ഥ, അതുപോലെ തന്നെ പ്രസിഡന്റ് ഭരണം അഥവാ സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ. ഇനി നയതന്ത്ര അധികാരങ്ങൾ. എന്താണ് നയതന്ത്ര അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ? അതായത് എല്ലാ അന്താരാഷ്ട്ര കരാറുകളും ഉടമ്പടികളും ചർച്ച ചെയ്യുന്നതും നിഗമനത്തിൽ എത്തുന്നതുമെല്ലാം പ്രസിഡന്റിന്റെ പേരിലാണ്. അതാണ് വരുന്നത്. ഓക്കെ. എല്ലാ അന്താരാഷ്ട്ര കരാറുകൾ ഉടമ്പടികൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നതും നിഗമനത്തിൽ എത്തുന്നതും എല്ലാം ചിലപ്പോൾ രാഷ്ട്രപതി ആയിരിക്കില്ല, പ്രധാനമന്ത്രി ആയിരിക്കും ചർച്ച ചെയ്യുന്നതും നിഗമനത്തിൽ എത്തുന്നതും. പക്ഷെ ആരുടെ പേരിലായിരിക്കും ഇത് അവസാനം വരുന്നത്? രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സഭകളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതും ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. അതുപോലെ അംബാസിഡർമാര്, ഹൈക്കമ്മീഷണർമാര് ഇവരെല്ലാം അയക്കുന്നതും സ്വീകരിക്കുന്നതും എല്ലാം പ്രസിഡന്റിന്റെ പേരിലാണ്. അതാണ് നയതന്ത്ര അധികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ പ്രസിഡന്റിന്റെ അധികാരങ്ങളിൽ വരുന്നത്. ഓക്കെ. എക്സിക്യൂട്ടീവ് പവേഴ്സ്, നിയമനിർമ്മാണ അധികാരം, സാമ്പത്തിക അധികാരം, ജുഡീഷ്യൽ അധികാരം, മിലിറ്ററി അധികാരങ്ങൾ, അടിയന്തരാവസ്ഥ, നയതന്ത്ര അധികാരം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കാനുണ്ട്. അടുത്തതാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഓർഡിനൻസ് എല്ലാവരും കേട്ട് കാണും അല്ലേ. അപ്പോൾ ഓർഡിനൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, പാർലമെന്റിന്റെ സഹായമൊന്നുമില്ലാതെ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് എന്തെന്ന് പറയുന്നത്? ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 123. നമ്മൾ പറയാറുണ്ട് അല്ലെ, 1, 2, 3 ഓർഡഡ അല്ലെ, പ്രസിഡന്റ് ഓർഡഡ്. അപ്പോൾ ഓർഡിനൻസ് 1, 2, 3 123 എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. അപ്പോൾ എന്താണ് ഓർഡിനൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് നമ്മുടെ പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക. പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനം അല്ലെങ്കിൽ പെട്ടെന്നൊരു നിയമനിർമ്മാണം നടത്തേണ്ട ഒരു അവസ്ഥ വരുവാണ്. പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പ്രസിഡന്റിന് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരമുണ്ട്. അതാണ് ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓർഡിനൻസിന് ഒരു കാലാവധിയുണ്ട്. എത്രയാണ്? 6 മാസം വരെ കാലാവധിയുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു ഓർഡിനൻസ് രാഷ്ട്രപതി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനകം പാർലമെന്റ് അത് അംഗീകരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഓർഡിനൻസ് എന്ത് പറ്റും?
അസാധുവായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പാർലമെൻറ്റ് 6 മാസത്തിലൊരിക്കൽ സമ്മേളിക്കണം എന്നുള്ളത്, അല്ലേ? 6 മാസത്തിൽ കൂടുതൽ സമ്മേളിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അംഗീകരിക്കാനായിട്ട് പറ്റാതെ വരും. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റ് പിരിച്ചുവിട്ടിരിക്കുന്ന വേളകളിൽ അത്യാവശ്യമായിട്ട് രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനായിട്ട് രാഷ്ട്രപതി എടുക്കുന്ന ആ ഒരു നിയമം നിർമ്മിക്കുന്ന പ്രൊസീജിയറാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു താൽക്കാലിക നിയമനിർമ്മാണമാണ് ഓർഡിനൻസ്. ഓർഡിനൻസ് എത്രയാണ് കാലാവധി? 6 മാസം. 6 മാസത്തിനുള്ളിൽ പാർലമെന്റ് ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ആ ഓർഡിനൻസ് അല്ലെങ്കിൽ ആ ഒരു നിയമം അസാധുവാകും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഓർഡിനൻസ് എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഓർഡിനൻസ് നിയമങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ടെമ്പററി ആണോ പെർമനന്റ് ആണോ, സ്ഥിരമാണോ താൽക്കാലികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമാണ്. കാരണം 6 മാസം വരെ കാലാവധിയുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഓർഡിനൻസ് കാലാവധിക്ക് മുൻപ് പിൻവലിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ട് അത് 6 മാസം കാലാവധി ഉണ്ട്, പക്ഷെ അതിന് മുൻപ് തന്നെ പിൻവലിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? അത് പ്രസിഡന്റിനുണ്ട്. ഇതേ അധികാരം ഗവർണർക്കും ഉണ്ട് കേട്ടോ. നമ്മൾ ഗവർണറുടെ ക്ലാസ് പഠിക്കും, അപ്പോൾ പറയും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പറയാം, ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരമാണ് 213. ആർട്ടിക്കിൾ 213 ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇത് 123, ഇത് 213, ഒരേ നമ്പേഴ്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. പൊതുമാപ്പ് നൽകുന്നതിനുള്ള അധികാരം. അപ്പോൾ പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 72 ഞാൻ പറഞ്ഞു, സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏത് കോടതി നൽകുന്ന ശിക്ഷ, അല്ലെ, അത് മരണശിക്ഷയാണെങ്കിൽ കൂടി അത് നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഉള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. ഇതേ അധികാരം ഗവർണർക്കുണ്ട്, പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? ഗവർണർക്ക് ഈ പറയുന്ന മരണശിക്ഷ ഒഴിവാക്കാനായിട്ട് ഗവർണർക്ക് സാധിക്കില്ല. മരണശിക്ഷ ഒഴിവാക്കാനായിട്ട് ഗവർണർക്ക് സാധിക്കില്ല, പക്ഷെ ബാക്കിയുള്ള ശിക്ഷകളിൽ ഇളവ് ചെയ്ത് നൽകാനായിട്ട് ആർക്ക് സാധിക്കും? ഗവർണർക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പൊതുമാപ്പ് എന്ന് പറയുന്നത് ഗവർണറുടെ എന്ന് പറയുന്നത് 161 ഗവർണർക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത്. രാഷ്ട്രപതിയുടേതാണെങ്കിൽ 72. അപ്പോൾ ഇവിടെ നമ്മൾ 1, 2, 3 ഓർഡർ എന്ന് ഓർത്തതുപോലെ പൊതുമാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റ്, അപ്പോൾ മാപ്പ് നൽകുകയാണ് അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് 72 നമുക്ക് എങ്ങനെ ഓർക്കാം? ഇപ്പം നിങ്ങളൊരാളോട് മാപ്പ് പറയുകയാണേ, അപ്പോൾ എങ്ങനെയാണ് മാപ്പ് പറയുന്നത്? എഴുന്നേറ്റ് നിന്ന് 2 കൈയും കൂപ്പിയാണ് മാപ്പ് പറയുന്നത്. അങ്ങനെ ഓർത്താൽ മതി. എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ 7 ഓർക്കാം, 2 കൈയും കൂപ്പി എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 7, 2, 72 രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് നൽകുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത്. 72, എഴുന്നേറ്റ് നിന്ന് 2 കൈയും കൂപ്പി മാപ്പ് ചോദിക്കുന്നത് ഓർത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ 72 കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്തതാണ് വീറ്റോ പവർ. എന്താണ് വീറ്റോ പവർ എന്ന് വെച്ചാൽ? വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അന്തിമ അനുമതി ആരാ നൽകുന്നത്? ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാവുന്നു അല്ലേ, ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു, രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു, അവസാനം പ്രസിഡന്റ് ഒപ്പുവച്ചാലേ അത് നിയമമായിട്ട് മാറുള്ളൂ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാർലമെന്റിൽ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് അല്ലേ. അപ്പോൾ രാഷ്ട്രപതിക്ക് ഒരു ബില്ല് പ്രസിഡന്റിന്റെ കയ്യിൽ എത്തുന്ന സമയത്ത് അത് അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ആ ഒരു ബില്ല് അദ്ദേഹത്തിന്റെ മുൻപിൽ വന്നാൽ അതിന് മേലെ വിസമ്മതം പ്രകടിപ്പിക്കാനായിട്ട് പറ്റും. രാഷ്ട്രപതിക്ക് അത് വിസമ്മതിക്കാം. അപ്പോൾ അങ്ങനെ രാഷ്ട്രപതിക്ക് വിസമ്മതം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു അധികാരത്തെയാണ് നമ്മൾ വീറ്റോ പവർ എന്ന് പറയുന്നത്. അപ്പോൾ വിസമ്മതിക്കാനുള്ള അധികാരമാണ് വീറ്റോ പവർ. ഒരു ബില്ല് പ്രസിഡന്റിന്റെ മുമ്പിൽ എത്തുമ്പോൾ അതിനെ വിസമ്മതിക്കുന്നതിനുള്ള അധികാരമാണ് വീറ്റോ പവർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 111 വീറ്റോ പവറിനെ കുറിച്ച് പറയുന്നത്. പ്രസിഡന്റിന്റെ വീറ്റോ പവറിനുമായി ബന്ധപ്പെട്ടത് എന്താണ്? ആർട്ടിക്കിൾ 111 എന്ന് പറയുന്നത്. ഈ വീറ്റോ പവർ 3 തരത്തിലുണ്ട് കേട്ടോ. 3 വീറ്റോ അധികാരങ്ങളാണുള്ളത്. ഒന്ന് അബ്സല്യൂട്ട് വീറ്റോ. ഒന്നാമത്തേത് എന്താണ്? അബ്സല്യൂട്ട് വീറ്റോ. 2 സസ്പെൻസീവ് വീറ്റോ. 3 പോക്കറ്റ് വീറ്റോ.
അപ്പോൾ ആദ്യത്തേത് അബ്സല്യൂട്ട് വീറ്റോയാണ്. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ബില്ലുകൾ കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും നിരസിക്കുന്നതിനുള്ള അധികാരം. ഓക്കെ, പ്രസിഡന്റിന് എന്ത് ചെയ്യാം? പൂർണ്ണമായിട്ടും ആ ബില്ല് അങ്ങ് നിരസിക്കാം. ഓക്കെ, ഇത് പറ്റത്തില്ലെന്നും പറഞ്ഞ് അത് നിരസിക്കാനുള്ളതാണ് അബ്സല്യൂട്ട് വീറ്റോ. എന്നാൽ സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡന്റിന്റെ കൈവശമെത്തുന്ന ബില്ലുകൾ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് തിരിച്ചയക്കുക. വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് എന്താ തിരിച്ചയക്കുന്നതിനുള്ള അധികാരത്തെയാണ്. വീണ്ടും നിർദ്ദേശങ്ങളൊക്കെ വെച്ച് ഒന്നും കൂടെ ചെക്ക് ചെയ്യണം, വീണ്ടും ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സസ്പെൻസീവ് വീറ്റോ. ഓക്കെ, ഇനി പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബില്ല് പ്രസിഡന്റ് ഒപ്പിടുകയുമില്ല, നിരസിക്കുകയും ചെയ്യില്ല, എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ആളുടെ പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു ബില്ല് കയ്യിൽ കിട്ടി, ആദ്യത്തേത് മൊത്തത്തിൽ ഇത് പറ്റത്തില്ലെന്നും പറഞ്ഞ് നിരസിച്ചു, അത് അബ്സല്യൂട്ട് വീറ്റോ. മറ്റേതെന്താണ്? ഒന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു, അത് സസ്പെൻസീവ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ ഒപ്പിടത്തുമില്ല, നിരസിക്കത്തുമില്ല, ഒന്നും ചെയ്യില്ല, തൻ്റെ കൈവശം വെക്കുന്നു. അപ്പോൾ അവരുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഓർത്താൽ മതി. അതാണ് പോക്കറ്റ് വീറ്റോ. പ്രസിഡന്റിന്റെ പോക്കറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ബില്ലിന്മേൽ പ്രസിഡന്റിന് തീരുമാനമെടുക്കുന്നതിനുള്ള കാലാവധി എത്രയാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഭരണഘടനയിൽ പറയുന്നില്ല. പ്രസിഡന്റിന് ഇഷ്ടമുള്ള സമയത്ത് ഒരു ബില്ലിന്മേൽ തീരുമാനമെടുക്കാം, പ്രത്യേകിച്ച് കാലാവധി ഒന്നും അവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വീറ്റോ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് വീറ്റോ എന്താന്ന് പറഞ്ഞു, സസ്പെൻസീവ് വീറ്റോ എന്താന്ന് പറഞ്ഞു, പോക്കറ്റ് വീറ്റോ എന്താന്ന് പറഞ്ഞു. ഇനി ഈ വീറ്റോ അധികാരമൊന്നും ബാധകമല്ലാത്ത ചില ബില്ലുകളുണ്ട്. അതായത് പ്രസിഡന്റിന് നിരസിക്കാനോ വിസമ്മതിക്കാനോ ഒപ്പിടാതെ കയ്യിൽ വയ്ക്കാനോ ഒന്നും പറ്റാത്ത ചില ബില്ലുകളുണ്ട്. അപ്പോൾ വീറ്റോ പവർ ബാധകമല്ലാത്ത ബില്ല് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസ്സാക്കിയിട്ട് അയച്ചാൽ പ്രസിഡന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രസിഡന്റിന് അത് ഒപ്പിട്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ വീറ്റോ പവർ ബാധകമല്ലാത്ത ഒന്നാമത്തേതാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അതുപോലെ തന്നെ മണി ബില്ലുകൾ. രണ്ടാമത്തേതാണ് മണി ബില്ലുകൾ. ഇതുപോലെ തിരിച്ചയക്കാനൊന്നും പറ്റാത്ത ബില്ലുകളാണ്. ഓക്കെ, അപ്പോൾ വീറ്റോ അധികാരം ഉപയോഗിക്കാൻ പറ്റാത്തത് ഭരണഘടനാ ഭേദഗതി ബില്ലും മണി ബില്ലുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഈ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ പ്രസിഡന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ, ഗ്യാനി സെയിൽ സിംഗ്. അപ്പോൾ ഇന്ത്യയിൽ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചിട്ടുള്ളത് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കാനുള്ള ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഓർത്താൽ മതി. PET പെറ്റ് കോയ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. പെറ്റ് കോയ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതാം. P തുടങ്ങുന്നത് 52, പിന്നെ 2 കൂട്ടി എഴുതിയാൽ മതി കേട്ടോ. 52 സ്റ്റാർട്ട് ചെയ്തു, 54, 56, 58, 60. ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്, ഇവിടെയൊക്കെ 2 കൂട്ടി എഴുതുക. അവസാനം I എത്തുമ്പോൾ 61 കേട്ടോ. I പോലെ ഇരിക്കുന്ന 1 അവസാനം വരുന്നതെന്ന് ഓർത്താൽ മതി. ഓക്കെ, ബാക്കി എല്ലായിടത്തും 2 കൂട്ടി എഴുതുക. 52, 54, 56, 58, 60 വരെ എഴുതിയിട്ട് I എത്തുമ്പോൾ 61, I പോലെ ഇരിക്കുന്ന 1 വരുന്നത്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. പെറ്റ് കോയ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? P എന്ന് പറയുന്നത് പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു, ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന് പറയുന്നു. ഇനി 54 E എന്താണ്? ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. 56 ടേം ആണ്, ടേം ഓഫ് പ്രസിഡന്റ് ആണ് എന്തെന്ന് പറയുന്നത്. 56 എന്ന് പറയുന്നത് കാലാവധി, ടേം കേട്ടോ. ഈ T എന്ന് പറയുന്നത് പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ, ടേം എന്ന് പറയുമ്പോൾ കാലാവധി എന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. 56 അല്ലേ, 6 എന്ന് പറയുന്നത് കാലൻ്റെ നമ്പർ അല്ലേ, അപ്പം അതിലൊരു കാല ഉണ്ടല്ലോ, അപ്പം അത് വെച്ച് നമുക്ക് കാലാവധിയിലോട്ട് എത്താം. ഓക്കെ, അപ്പോൾ 56 കാലാവധി, ടേം. ഇനി 58 ക്യൂ എന്താ? ക്വാളിഫിക്കേഷൻ. ഓക്കെ, യോഗ്യത, പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ, യോഗ്യതയെക്കുറിച്ച് പറയുന്നതാണ് ക്യൂ എന്ന് പറയുന്നത്. 58. ഇനി 60ാമത്തെ ആർട്ടിക്കിൾ 60 പറയുന്നത് O ആണ്. O എന്ന് പറഞ്ഞാൽ എന്താണ്? ഓത്ത്, സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നു. പ്രസിഡന്റിന്റെ ഓത്ത് എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ. ഇനി 61 I ആണ്. I എന്താ?
ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ആർട്ടിക്കിൾസ് ആണ് പറയുന്നത്. പെറ്റ്കോയ് എന്ന് ഓർക്കുക. 52 പ്രസിഡന്റ്, 54 ഇലക്ഷൻ, 56 ടേം, 58 ക്വാളിഫിക്കേഷൻ, 60 ഓത്ത്, 61 ഇംപീച്ച്മെന്റ്. ഇത്രയും കിട്ടിയല്ലോ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ് ഓർഡിനൻസ്. അത് ഞാൻ പറഞ്ഞു 1 2 3 നമ്മൾ ഓർഡഡ എന്ന് പറയില്ലേ അല്ലേ? റെഡി 1 2 3 1 2 3 ഓർഡഡ എന്ന് പറയുന്നത് പോലെ ഓർഡിനൻസ് 1 2 3 അതെല്ലാവർക്കും അറിയുന്നതാ. പിന്നെ വീറ്റോ പവർ ഓർത്തിരിക്കുക. 111 വീറ്റോ പവർ. അപ്പോൾ 3 പേര് ഒരുമിച്ച് നിന്നാൽ ഭയങ്കര പവറാന്ന് ഓർത്താൽ മതി. അപ്പോൾ 3 പേര് ഒരുമിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 3 ആളുകളെ ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 111. അപ്പോൾ വീറ്റോ പവറുമായിട്ട് ബന്ധപ്പെട്ടത് 111 എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു മാപ്പധികാരം 72 അല്ലേ? അപ്പോൾ പൊതുമാപ്പ്. അപ്പം മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എഴുന്നേറ്റ് നിന്ന് 2 കൈയും കൂപ്പിയാണ് നമ്മൾ മാപ്പ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ പൊതുമാപ്പ് നൽകുന്നു എന്നുള്ള രീതിയിൽ 72 പൊതുമാപ്പ് എന്നുള്ളത് ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസ് എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ ഈ കണക്ഷൻസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രാഷ്ട്രപതിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രാഷ്ട്രപതിമാർ അവരുടെ ഇമ്പോർട്ടൻസ് പഠിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ രാഷ്ട്രപതിമാരെന്നും പറഞ്ഞിട്ട് അവരെക്കുറിച്ചല്ല പഠിക്കുന്നത്. നമ്മൾ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഭാഗത്തിൽ രാഷ്ട്രപതിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ രാഷ്ട്രപതി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക. എനിക്കറിയാം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സാണ്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു തവണ ക്ലാസ് കേട്ട് നോട്ട് റെഡിയാക്കി ഒരു തവണ റിവിഷനും കൂടെ ചെയ്ത് നമ്മുടെ PYQ ഡിസ്കഷനും കൂടെ കഴിയുമ്പോഴത്തേക്കും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ കണക്ഷൻസ് വെച്ചിട്ട് ആർട്ടിക്കിൾസ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്